സുലൈമാനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ശരിക്കും മുട്ടപ്പാലടയുടെ ഒരു ന്യൂ ജൻ വേർഷനാണ് കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 3 സ്റ്റെപ്പായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കുന്നത്. അതിന് ഒരു മുഴുവൻ തേങ്ങയും ചിരവിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കോഴിമുട്ട ഇതിലേക്ക് വേണം. ആദ്യം തേങ്ങാപ്പാൽ എടുക്കാം. ഞാനിവിടെ തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് പിഴിഞ്ഞിട്ടാണ് കേട്ടോ തേങ്ങാപ്പാൽ എടുക്കുന്നത്. മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്താൽ മതി. ആദ്യം തന്നെ നന്നായി അരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പിഴിഞ്ഞെടുത്ത തേങ്ങയിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അരച്ചെടുത്തിട്ടാണ് ഞാൻ കംപ്ലീറ്റ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. ഇതുപോലൊരു അരിപ്പയിലൂടെയാണ് ഞാൻ ബൗളിലേക്ക് തേങ്ങാപ്പാൽ അരിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ബൗളായതുകൊണ്ട് മൈദ മിക്സ് ആക്കുമ്പോൾ പുറത്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിന്ന് കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ, അവസാനം ചേർക്കാം. നമുക്കിതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മൈദ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അതിനുശേഷം മിക്സിയിൽ ഒന്നടിച്ച് കട്ടയൊന്നുമില്ലാതെ നമുക്ക് സ്മൂത്ത് ബാറ്ററാക്കി മാറ്റിയെടുക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാറ്റി വെച്ച തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ലൂസുള്ള മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡിയായി. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെയാണ് കേട്ടോ മാവിൻ്റെ കൺസിസ്റ്റൻസി. ദോശമാവിനേക്കാൾ കുറച്ച് ലൂസായിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും മുന്തിരിയും ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. മുന്തിരി നുറുക്കാൻ കാരണം എൻ്റെ അടുത്ത് വലിയ മുന്തിരിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ്. ചെറിയ മുന്തിരിയാണെന്നുണ്ടെങ്കിൽ നുറുക്കേണ്ട ആവശ്യമില്ല. പിന്നെ 2 വലിയ ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഫില്ലിങ്ങിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ചൂടായ പാനിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മുന്തിരി ചേർത്ത് കൊടുക്കുക. നമുക്ക് തേങ്ങയും ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വറവായി കഴിഞ്ഞാൽ അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടികൾ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡിയായി. അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് 2 പീസ് ബ്രെഡ് എടുത്തിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതും ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ബാറ്റർ കൊണ്ട് അപ്പം ചുട്ടെടുക്കാം. ചൂടായ പാനിലേക്ക് ഓരോ തവി മാവ് കോരിയൊഴിച്ച് എത്ര കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്ര കനം കുറച്ച് ഓരോ അപ്പവും ചുട്ടെടുക്കുക. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടും വേവിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഓരോ അപ്പവും ചുട്ടെടുക്കാൻ. എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നൈസായിട്ടുള്ള അപ്പം കിട്ടുള്ളൂ. പിന്നെ തിരിച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വേവിക്കണം കേട്ടോ. ഞാൻ വീഡിയോയിൽ സ്പീഡപ്പ് ആക്കിയതാണ്. അങ്ങനെ ഒരു തവി ബാറ്റർ ഒഴുകി എല്ലാം ചുട്ട് കഴിഞ്ഞു. കണ്ടില്ലേ, നൈസായിട്ടാണ് അപ്പം കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് അസംബിൾ ചെയ്യാം. ഇതുപോലെ വലിയൊരു തട്ടെടുത്തിട്ട് അതിലേക്ക് ഒരപ്പം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 1/4 ഭാഗം നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ താഴെ മറ്റൊരപ്പം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടില്ല അതുവരെ റോൾ ചെയ്യുക.
എന്നിട്ട് 1/4 ഭാഗത്തോളം വീണ്ടും ഫില്ലിങ് ആഡ് ചെയ്യുക. പിന്നെ ഫില്ലിങ് ചേർത്തത് വരെ റോൾ ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് ഒരു അപ്പം ആകുന്നത് വരെ സെയിം പ്രോസസ്സ് തുടരുക. പിന്നെ ഫില്ലിങ് ഓവറായി കഴിഞ്ഞാൽ സോഫ്റ്റ് അപ്പായത് കാരണം മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരപ്പം ഒഴികെ കംപ്ലീറ്റ് ഫില്ലിങ്ങും അപ്പവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് റോൾ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് ബാക്കിയുള്ള ഒരപ്പം കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ അറ്റത്ത് നമുക്ക് 3 ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഓക്കെ. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ഒരു പാത്രത്തിലേക്ക് നിരത്തി കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു തവി മാവ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് 1 ടീസ്പൂൺ മൈദ കൂടി ചേർത്ത് ബാറ്റർ ഒന്ന് തിക്കാക്കുക. അതിനുശേഷം അതൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പരന്ന പാത്രത്തിലാവുമ്പോൾ നമുക്കിത് റോൾ ചെയ്യാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ആ മാവിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിലിട്ട് റോൾ ചെയ്തിട്ട് നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഡീപ്പ് ഫ്രൈ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. എല്ലാ ഭാഗവും ഫ്രൈ ആകുന്നതിന് വേണ്ടി ഒരു തവി ഉപയോഗിച്ച് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഈ 2 ചട്ടുക ഉപയോഗിച്ച് നമുക്കിതിനൊന്ന് നിർത്തി വെക്കാം. ഇതേപോലെ മറ്റേ സൈഡും നമുക്ക് തിരിച്ചു പിടിച്ചൊന്ന് ബ്രൗൺ നിറത്തിലാക്കി എടുക്കണം. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ, എണ്ണയിലേക്ക് മറ്റോ വീണിട്ടുണ്ടെങ്കിൽ എണ്ണ തെറിക്കും. അപ്പോൾ ഇത് റെഡി ആയിട്ടോ. ഇനി നമുക്കിതൊരു ബട്ടർ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഫോയിലിലേക്കോ മാറ്റി ഒന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാം. ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലിരിക്കട്ടെ. ശരിക്കും ഇത് ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് തണുത്ത് കഴിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ നന്നായി ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇതുപോലെ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് വീതിയിൽ വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ഫില്ലിങ്ങിൽ ശരിക്കും പഴം കൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പഴം ചേർത്ത് ഉണ്ടാക്കണം എന്നുള്ളവർ അങ്ങനെ ചെയ്യുക. പിന്നെ കട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കുത്തിവെച്ച ടൂത്ത് പിക്ക് എടുത്ത് മാറ്റണം കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടപ്പാലട റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ